ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ആർമയുടെ ടൈഫോൺ 6S അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ 6Sനൊരു ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ലൈറ്റ്. നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഈ കാണുന്ന ചെറിയ സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആദ്യം ചെറിയ സ്ക്രൂ നമുക്കൊന്ന് ഡ്രില്ലിട്ടിട്ട് അഴിച്ചെടുക്കാം. ശേഷം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ലൈറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. അതിന് നമുക്ക് ഈ പാക്കറ്റിൽ നമുക്കിതിൻ്റെ സ്ക്രൂ കിട്ടുന്നുണ്ട്. ഈ ടൈപ്പ് സ്ക്രൂ ആണ് നമുക്ക് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡ്രില്ല് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഈ രണ്ട് സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ ഈ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ബാക്കിലേക്ക് വരുന്ന ലൈറ്റ്. ഓക്കെ, ഞാൻ ഈ രണ്ട് സ്ക്രൂ വെച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ ലൈറ്റ് ഫിക്സ് ചെയ്തു. ഇതതിൻ്റെ വയറാണ്, ഇത് ബാക്കിലത്തെ ഇതിൻ്റെ വയറാണ്. അപ്പോൾ ഇനി ഈ രണ്ട് ലൈറ്റിനും പവർ എടുക്കുന്നത് നമ്മുടെ റിസീവറാണ്. അപ്പോൾ നമുക്ക് ഈ റിസീവർ ബോക്സ് അഴിച്ചിട്ട് റിസീവറിന് നമുക്ക് ഈ കേബിൾ വലിക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഇനി സിഗ്നല് ഒന്നും വരുന്നില്ല, അതായത് നമുക്ക് സ്വിച്ചിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ കണക്ഷൻ. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ചാനലിലെ സിഗ്നൽ വരുന്നത്. പിന്നെ നമ്മൾ ഈ വയറൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇടുക. എന്നിട്ട് ഈ രണ്ട് കണക്ഷനാണ് നമുക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. റെഡ് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ആദ്യം റിസീവർ ബോക്സ് ഒന്ന് അടയ്ക്കാം. നമ്മൾ റിസീവർ ബോക്സിൽ നിന്ന് വയർ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാം. റെഡ് ബ്ലാക്ക്, പോസിറ്റീവ് നെഗറ്റീവ്. ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മുടെ ബാക്കിലത്തേൻ്റെയാണ്. നമുക്ക് ബാക്കിലത്തെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിക്സിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഓണാക്കി നോക്കാം.